ആഴ്ച തന്നെ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ പഴയ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയ കമ്പനിയിലോട്ട് പോയി. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ വന്ന സാക്ഷ്യം. എനിക്കുണ്ടായ രോഗസൗഖ്യം എന്ന് പറയുന്നത്, എനിക്ക് 6 മാസം കൂടുമ്പോൾ എൻ്റെ കാലിലൊരു ഫംഗസ് ഇൻഫെക്ഷൻ വരും. എൻ്റെ തള്ളവിരലിൽ കാല് വ്രണമായിട്ട് പൊട്ടി ഇങ്ങനെ എപ്പോഴും പഴുപ്പും ഇങ്ങനെയൊക്കെ ചാടിക്കൊണ്ടിരിക്കും. മരുന്ന് മേടിക്കും, കുറയും, വീണ്ടും ഒരു 6 മാസം ആകുമ്പോൾ വരും. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു, ഇനി 6 മാസം കൂടുമ്പോൾ വരും, അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ ക്യൂർ ആവാനായിട്ടുള്ള സാധ്യതകളില്ല. അഥവാ ക്യൂർ ആണെങ്കിൽ തന്നെ നിങ്ങൾ കാല് പൊതിഞ്ഞ് ഒരു ഡസ്റ്റോ ഇല്ലാത്ത രീതിയിൽ വെക്കണം. അതൊന്നും ഒരിക്കലും നമുക്ക് പോസിബിൾ അല്ല. അങ്ങനെ ഇവിടുന്ന് പോയതിന് ശേഷം ഒരു ദിവസം എനിക്ക് അതിൻ്റെ ആരംഭം എന്ന് പറഞ്ഞാൽ കാലയിൽ ഇങ്ങനെ വേദന വരാൻ തുടങ്ങി, കാല് വീക്കം വന്നു തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വീണ്ടും വരുവാണല്ലോ. ഞാൻ ഹോസ്റ്റലിൽ നിന്നുകൊണ്ടെന്ന് ആരുമില്ലാതെ ഇരുന്നൊരു സമയത്ത് ഞാനിങ്ങനെ മുട്ടുമേൽ നിന്ന് മാതാവിൻ്റെ ഇവിടുന്ന് കൊണ്ടുപോയ പുസ്തകത്തിൻ്റെ ആ ഫോട്ടോ നിവർത്തി പിടിച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് തൈലം തൂത്ത് പ്രാർത്ഥിച്ചു. അങ്ങനെ എൻ്റെ കാലിലെ ആ മുറിവ്, ആ ഫംഗൽ ഇൻഫെക്ഷൻ പൂർണ്ണമായിട്ട് തന്നെ സൗഖ്യമായി. എനിക്ക് പിന്നീട് വന്നിട്ടില്ല. പിന്നെ അതിനുശേഷം ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യം എന്ന് പറയുന്നത് 2016 ഞാൻ BTech പാസ്സായത്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷേ അതിന് ജോലി സാധ്യതകളൊക്കെ വളരെ കുറവായതുകൊണ്ട് ഞാൻ എറണാകുളത്ത് വേറെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷേ ഞാനിവിടെ ഉടമ്പടിക്ക് വന്ന സമയത്ത് ഞാൻ ഒരു നിയോഗം എഴുതിയായിരുന്നു, മാതാവേ, ഞാൻ ഏതെങ്കിലും കാലത്ത് PSC പഠിക്കുവാണെങ്കിൽ ആ സമയത്ത് എനിക്കൊരു നല്ല റിസൾട്ട് തരണം, എനിക്കൊരു ജോലി തരണം, എന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കളെയൊക്കെ, എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളെ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാക്ഷ്യം എഴുതിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ചത്, ഞാൻ PSC പഠിക്കാൻ എനിക്ക് സമയമൊന്നുമില്ല, പക്ഷേ പഠിക്കുന്ന കാലത്തൊരു ഗവൺമെൻറ് ജോലി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഈ കഴിഞ്ഞ 13-ാം തീയതി എനിക്ക് പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ നിന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി ടെമ്പററി ആയിട്ട് ഇലക്ട്രോണിക്സ് ലെക്ചർ വേക്കൻസിയിലേക്ക് എനിക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പം വിചാരിച്ചു, മാതാവ് എനിക്ക് തരുന്ന ജോലിയാണ്. ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു. അതിനുശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയിട്ടാണ് അതിന് പോയത്. ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിവിടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ച് ഇവിടെ പ്രാർത്ഥിച്ചു. ആ